ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങളുടെ മുമ്പാകെ വചനമായി എടുത്തു വരുവെന്നൊക്കെ ദൈവം അനുവദിച്ച നല്ല അവസരത്തിനായി സ്തോത്രം. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ ആയി, അതും കഴിഞ്ഞു. അതിനൊക്കെ ശേഷം ഏകദേശം ഇത്രയും ദിവസത്തിന് ശേഷമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവവചനവുമായി എടുത്തു വരുവാൻ അവസരം ഒരുങ്ങിയത്. എല്ലാ വഴികൾക്കുമായി ദൈവത്തിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഒരിക്കലും നമ്മുടെ യോഗ്യതകളോ നമ്മുടെ ബലമോ നമ്മുടെ ശക്തിയോ നമ്മുടെ ജ്ഞാനമോ ഒന്നുമല്ല ദൈവസന്നിധിയിൽ വില പോകുന്നത്, അല്ലെങ്കിൽ അതല്ല നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന് വചനം എത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അതിൻ്റെ ശക്തിയും ആണ്. ആമേൻ. സെരുബാബേലിനോട് ദൈവം പറയുന്നത് പോലെ, സെരുബാബേലേ, നിന്റെ ശക്തിയാലോ ബലത്താലോ ജ്ഞാനത്താലോ അല്ല, എൻ്റെ കൃപയാൽ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനങ്ങൾ എത്തിക്കുന്നതും അവിടെ ക്രിയ ചെയ്യുമെന്നൊക്കെ വേണം പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതായ വാക്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായി ഈ സമയത്ത് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകമല്ല, ഒരു ഡ്രാസ്റ്റിക്കായ ഒരു വ്യൂസ് കഴിഞ്ഞ ചില വീഡിയോകളിൽ കാണുന്നുണ്ട്. ദൈവം കാണുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനമാണ്, വിത്താണ്. അത് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതിന് മുൻപേ, സങ്കീർത്തനക്കാരൻ 138 അധ്യായം അതിൻ്റെ 4 വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിലെ വചനങ്ങൾ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെല്ലാവരും, ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. എന്താണ് ദൈവത്തിൻ്റെ ശബ്ദം? ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ശബ്ദം. പക്ഷെ അതെങ്ങനെ അവർ കേൾക്കും? അവർക്ക് കേൾക്കത്തക്കവണ്ണം അവരിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ശബ്ദം വേണ്ടേ? അതിനാണ് ദൈവം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. എന്നെപ്പോലെ കഴിയുന്നത് പോലെ നിങ്ങളെല്ലാവരും ഇതുപോലുള്ളതായ മാധ്യമങ്ങൾ ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ വചനം ജനങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പോഴത്തെ ലോകത്തിലുള്ള ഏത് ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞ വ്യക്തികളാണെങ്കിലും അവരുടെ എല്ലാം ബുദ്ധിയെ കവച്ചു വെക്കുന്നതായ, ഏത് ഫിലോസഫി ആണെങ്കിലും ആ ഫിലോസഫിയുടെ മുകളിൽ നിൽക്കുന്നതായ, എത്ര വലിയ ബുക്കുകളാണെങ്കിലും, എത്ര വലിയ ഫിലോസഫിസ്റ്റ് ആണെങ്കിലും, ആദർശങ്ങളായിരുന്നെങ്കിലും അതിൻ്റെ മുകളിൽ നിലനിൽക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ മുകളിൽ വാലിഡായ അല്ലെങ്കിൽ പ്രയോജനകരമായ അല്ലെങ്കിൽ ജ്ഞാനമേറിയതായ ദൈവത്തിൻ്റെ വചനം തന്നെ ഭൂമിയിലെല്ലാം മുഴങ്ങി കേൾക്കണമെങ്കിൽ നമ്മളും അതിൻ്റെ വക്താവാകണം. നമ്മൾ അതിൻ്റെ ശബ്ദമായി തീരണം. ദൈവം അതിനായി നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുവാനാകട്ടെ. അങ്ങനെ ഈ ഭൂമിയിലുള്ള രാജാക്കന്മാർ എല്ലാവരും, ജ്ഞാനികളെല്ലാവരും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൽപ്പത്തി ദിവസവും 17 അധ്യായമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. പരിച്ഛേദനയെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പുതിയ നിയമത്തിൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും യേശുവിലൂടെ നമുക്ക് എന്താണ് അടയാളമായി ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു. പരിശുദ്ധാത്മാവിനെ പറ്റി സംസാരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രണത്തെ പറ്റി സംസാരിച്ചു. അതിനെല്ലാം കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിത്തീർന്നു. പ്രത്യേകം ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ 14 വാക്യം: പരിച്ഛേദന ഏൽക്കാതിരിക്കുന്ന അഗ്രചർമ്മികളായ പുരുഷനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം എന്ന് പറയുന്ന അനുഭവമുണ്ട്. അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന അനുഭവമുണ്ട്. നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് പരിച്ഛേദന എന്ന് പറയുന്നത് ആ സമയത്ത്. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. അപ്പം ആ അഭിഷേകവും കൂടെ നമ്മളെല്ലാവരും പ്രാപിച്ചിരിക്കണം. അത് മാൻഡറ്ററി ആണ്. കാരണം അത് മാൻഡറ്ററി എന്തുകൊണ്ടാവുന്നു? അതിലൂടെയാണ് നമുക്ക് വാഗ്ദത്തങ്ങളും പ്രത്യാശയും വിശ്വാസവും ലഭിച്ചിരിക്കുന്നത്. ഒരിക്കലും കണ്ടം ചെയ്യുവാനോ ഒരിക്കലും ശിക്ഷ വിധിക്കുവാനോ അല്ല. അത് മാൻഡറ്ററി ആവുന്നത് വളരെ നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനകരമായി തീരും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകും. മാത്രമല്ല നമ്മൾ അതിനാൽ ജീവിക്കുന്ന അവസരത്തിലേക്ക്, അനുഭവത്തിലേക്ക് നമ്മൾ എത്തുവാനിടയായി തീരും. 15 മുതലായ വാക്യങ്ങളാണ് നമ്മൾ ഇന്നു മുതൽ നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്: നിന്റെ ഭാര്യയായ സാറായിയെ ഇനി സാറായി എന്ന് വിളിക്കരുത്. അവളുടെ പേര് സാറ എന്നായിരിക്കണം.
ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിനക്ക് ഒരു മകനെ നൽകും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജനതകൾക്ക് മാതാവായി തീരുകയും ചെയ്യും. അവൻ ജനതകളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചുകൊണ്ട്, 100 വയസ്സായ മനുഷ്യന് മകൻ ജനിക്കുമോ? 90-ാം വയസ്സിൽ സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് ഇഷ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അരുളി ചെയ്തത്, അങ്ങനെയല്ല, നിന്റെ ഭാര്യയായ സാറായി തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേർ വിളിക്കണം. ഞാൻ അവനോടും അവന് ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ ഉടമ്പടി ശാശ്വത ഉടമ്പടിയായി ഉറപ്പിക്കും. ഇസ്മായിലിനെ കുറിച്ചുള്ള നിന്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിക്കുകയും അത്യന്തം സന്താന സമൃദ്ധിയുള്ളവനാക്കി തീർക്കുകയും ചെയ്യും. അവൻ 12 പ്രഭുക്കന്മാർക്ക് പിതാവായി തീരും. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. എന്നാൽ അടുത്ത വർഷം ഈ സമയത്ത് നിന്റെ ഭാര്യ സാറ നിനക്ക് പ്രസവിക്കുന്ന ഇസഹാക്കുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥിരപ്പെടുത്തും. അബ്രഹാം അരുളി ചെയ്ത ശേഷം ദൈവം കരയേറിപ്പോയി. ആ ദിവസം തന്നെ അബ്രഹാം തൻ്റെ മകനായ ഇസ്മായിലിനെയും അവൻ്റെ ഭവനത്തിൽ ജനിച്ചവരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരുമായ തൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്തു എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, ഇനി ഇതിൻ്റെ ആത്മീയാർത്ഥങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവം നമ്മളതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. നിന്റെ ഭാര്യയായ സാറായിയെ ഇനി സാറായി എന്ന് വിളിക്കരുത്, അവരെ സാറ എന്നായിരിക്കണം എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്നൊരു മകനെ നൽകും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജനതകൾക്ക് മാതാവായി തീരുകയും ചെയ്യും. ജനതകൾ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് പറയുന്ന അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ ചോയ്സ് എപ്പോഴും ദൈവത്തിൻ്റെ കൃപയാലാണ്. ഒരിക്കലും ഈ യോഗ്യതകൾ നോക്കിയിട്ടോ പ്രവൃത്തികളെ യോഗ്യതകൾ കണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായും അവരോടുള്ള കരുണ നിമിത്തവും അവരോടുള്ള ദയനിമിത്തവുമാണ്. ദൈവത്തിൻ്റെ ചോയ്സാണ് ആ വിഷയത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം കാണുവാനിടയായിത്തീരും. ദൈവം ഇസ്മായിലിനേക്കാൾ, ആദ്യജാതനായ ഇസ്മായിലിനേക്കാൾ അധികമായി ഇസഹാക്കിനെ സ്നേഹിച്ചു. അവൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും വെളിപ്പാടുകളും മാതാപിതാക്കൾക്ക് കൊടുക്കുവാനിടയായിത്തീർന്നു. അല്ലെങ്കിൽ അവനിലൂടെ ജനിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറയാനിടയായിത്തീർന്നു. അബ്രഹാമിന് ഇസഹാക്കിന് മുൻപും ഇസ്മായിലും ഇസഹാക്കിന് ശേഷം വേറെ മക്കൾ ജനിക്കുവാനിടയായിരുന്നു. പക്ഷേ ഇസഹാക്കിനോടുള്ള അവൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് സ്ഥിരമായി നിന്നത്. മറ്റേത് ഡൈനാസ്റ്റിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇസഹാക്കിൻ്റെ കീഴിൽ ജനിച്ചു വളർന്നതായ, അല്ലെങ്കിൽ അവൻ്റെ മക്കളുമായി വളർന്നു വന്നതായ ഇസ്രായേലിനെ പറ്റി കേൾക്കാത്ത ഒരു ജനവുമില്ല. ഇന്നും ഇസ്രായേലിനെ കുറിച്ച് കേൾക്കുന്നു. അത് മുന്നോട്ട് പോകുമ്പോഴും ആ രാജ്യത്തെ പറ്റിയും ആ സമ്പ്രദായത്തെ പറ്റിയും ആ ജനസിസിനെ പറ്റിയും അല്ലെങ്കിൽ ആ ജീനിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം നോക്കുക. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിനക്കൊരു മകനെ നൽകും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജനതകൾക്ക് മാതാവായി തീരുകയും ചെയ്യും. ജനതകൾ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് പറഞ്ഞു. നോക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം ശ്രദ്ധിക്കുക. സാറായിയോടുള്ള സാറായിയെ ദൈവം അനുഗ്രഹിക്കുകയാണ്. 90 വയസ്സുള്ളതായ സ്ത്രീ, അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ജനിക്കാനുള്ള അവസരം ഉണ്ടാവുകയും അത് പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നൊരു അനുഭവം. ഇവിടെ ദൈവം സംസാരിക്കുന്ന ആരോടാണ്? അബ്രഹാമിനോടാണ്. പക്ഷേ അബ്രഹാമിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? നിന്റെയും സാറായിയുടെയും കുടുംബജീവിതത്തിലൂടെ തന്നെ ഞാൻ ഉദ്ദേശിച്ചതായ വാഗ്ദത്തമായിരിക്കുന്ന ആ മകനെ ഞാൻ പുറത്തു കൊണ്ടുവരും, വിശ്വാസത്തിൻ്റെ മകനെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ 10-25 വർഷം വിശ്വസിച്ചുകൊണ്ടിരുന്നതായ ആ വാഗ്ദത്ത സന്ധ്യതയെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചുകൊണ്ട്, 100 വയസ്സായ മനുഷ്യന് മകൻ ജനിക്കുമോ? 90 വയസ്സിൽ സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. നോക്കുക, 100 വയസ്സുള്ള മനുഷ്യൻ ഒരു മകനെ പ്രസവിക്കുമോ, അല്ലെങ്കിൽ ഒരു മകൻ ജനിക്കുമോ, സാറ പ്രസവിക്കുമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ദൈവത്തിനൊന്നും അസാധ്യമല്ല. പക്ഷേ അവരുടേതായ ആ കാഴ്ചപ്പാട് നോക്കുക. തൻ്റെതായ ആ അവിശ്വാസം
എന്ന് പറയുന്ന അനുഭവം, അവിശ്വാസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവൻ അദ്ദേഹത്തിൻ്റെതായ കൺസേൺ നോക്കുക, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ നോക്കുക. നമ്മളും സ്വാഭാവികവും അങ്ങനെ തന്നെയാണ്, അല്ലേ? ഒരിക്കലും നമുക്ക് അബ്രഹാമിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷമായി കാത്തിരുന്നു, പക്ഷേ അവൻ ഒന്നും കണ്ടില്ല. മാത്രമല്ല ഒരു ഒരു ആ വാഗ്ദത്തം നിവൃത്തിയായില്ല. പക്ഷേ അതിന് ബദലായി മറ്റൊന്നിനെ കിടക്കുകയും ചെയ്തു. അതാണ് അടുത്ത വാക്യം പറയുന്നത്. അബ്രഹാം ദൈവത്തിനോട് മീൻ ഇങ്ങനെയൊന്നും ജനിക്കേണ്ട ആവശ്യമൊന്നും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ജനിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ 100-ാം വയസ്സിൽ ഒരു മകനെ ഞാൻ കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറയും. നോക്കുക, ഇസ്മായേൽ ഒരിക്കലും വാഗ്ദത്ത സന്തതിയല്ല. അവൻ എന്താണ്? അവൻ അവൻ വാഗ്ദത്തത്തിന് പുറത്തുണ്ടായതായ സന്തതിയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. പക്ഷേ അബ്രഹാം ഇവിടെ പറയുകയാണ്, അല്ല, എനിക്ക് എൻ്റെ സന്തതിയായി ഇസ്മായേൽ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ. നോക്കുക, ഇതൊരു സെക്കൻഡ് ബെസ്റ്റാണ് ഓപ്ഷൻ. സെക്കൻഡ് ബെസ്റ്റായ ഒരു കാര്യമാണ്, അല്ലേ? ഒരിക്കലും ദൈവത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന അനുഭവം അല്ലത്. ആരുടെ ചോയ്സാണ്? അബ്രഹാമിൻ്റെയും സാറായുടെയും ചോയ്സാണ്. പക്ഷേ അവരുടെ ചോയ്സിൽ അവർ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇവിടെ നോക്കുക, അബ്രഹാം ഇസ്മായിലിനെ കുറിച്ചുള്ള തൻ്റെ കൺസേണിലും സ്നേഹത്തിലും മാത്രമല്ല, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും തൻ്റെ ഭാര്യയുടെയും തൻ്റെയും സംസാരത്തിലും പ്രവൃത്തിയിലും ശാരീരികമായ അനുഭവത്തിലുമൊക്കെ ഒരു ഒരു കുഞ്ഞുണ്ടാവുക എന്നത് പോസിബിൾ അല്ല, മാനുഷികമായി പോസിബിൾ അല്ല എന്നുള്ള തൻ്റെ കൺസേണിൽ, തൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അബ്രഹാം പറയുകയാണ്, ഈ വിഷയം സാധ്യമല്ല എന്ന് നാച്ചുറലായി ഞങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൗതികമായി അല്ലെങ്കിൽ സ്വാഭാവികമായും അത് പോസിബിൾ അല്ല എന്ന് വരികയാൽ തന്നെ, ദൈവമേ, ഞാൻ നിനക്ക് വീണ്ടും ഒരു അവസരം തരുന്നു. ഇസ്മായിലിനെ നീ അനുഗ്രഹിച്ചാലും, അല്ലെങ്കിൽ ഇസ്മായിലിലൂടെ നിന്റെ വാഗ്ദത്തം നിവൃത്തിയാക്കിയാലും എന്ന് അബ്രഹാം ദൈവത്തോട് പറയുകയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയും ഒരുപാട് വിഷയങ്ങളുണ്ട്. ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങൾക്ക് ഇടയിൽ കയറി നമ്മൾ തോക്കിനകത്ത് കയറി വെടിവെക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ, പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ സംഭവിക്കുന്നതായ ചില അനുഭവങ്ങളിലൂടെ നമുക്കുണ്ടാകുന്നതായ ആ അനുഭവം നമ്മൾ വിശ്വസിക്കും, നമ്മൾ ചിന്തിക്കും, ഇതാണ് ദൈവത്തിൻ്റെ ബെസ്റ്റ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ വിഷയത്തിലൂടെയാണ് നിവർത്തിക്കാൻ പോകുന്നതെന്ന്. അത് ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന കാറിലൂടെ ആയിരിക്കാം, വീടിലൂടെ ആയിരിക്കാം, അല്ല നമ്മുടെ കരിയർ, നമ്മുടെ പഠനം, നമ്മുടെ ലൈഫ്, എന്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ദൈവത്തിനൊരു ബെസ്റ്റായിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ തരാനുണ്ട്. പക്ഷേ നമ്മൾ ആ വിഷയം, ആ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ എടുത്തു ചാടി പുറപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുന്നു, ഇതിലൂടെയായിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഒരിക്കലും നമ്മൾ ഓരോരുത്തരും ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല. ഓക്കെ, കാരണം ദൈവത്തിന് പറഞ്ഞത് നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ഇവിടെയും അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നിന്റെ ചോയ്സോ നിന്റെ കൺസേണോ അല്ലെങ്കിൽ നിന്റെ സഹായമോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ സമയമായി, നീ അതിന് റെഡി ആയിരിക്കുന്നു. ഞാൻ നിനക്ക് കൃപയാൽ ഞാൻ ആ കുഞ്ഞിനെ തരാൻ പോവുകയാണ്. ഞാൻ നിനക്ക് നീ വിശ്വാസത്തോടെ കാത്തിരുന്നതായ സന്തതിയെ അടുത്ത വർഷം നിനക്ക് തരാൻ പോവുകയാണ് എന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നോക്കുക, അബ്രഹാമിനത് സ്വീകരിക്കുവാൻ പോലും അവൻ ആദ്യം കൺസേൺ ഉണ്ടായില്ല, അല്ലെങ്കിൽ മനസ്സുണ്ടായില്ല. അവൻ ചിന്തിച്ചു, നോക്കൂ, സ്വാഭാവികമായും എങ്ങനെ പോസിബിളാണ് ഇത്രയും പ്രായമായ ആൾക്കാർ കൺസീവ് ആകുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവരിക, ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പ്രായമുള്ളതായ വ്യക്തികൾക്ക് പോസിബിൾ അല്ലല്ലോ എന്ന് അവരുടെ നാച്ചുറൽ തിങ്കിങ്, അല്ലെങ്കിൽ സ്വാഭാവികമായ ചിന്താഗതികൾ അവരെ വേട്ടയാടി. പക്ഷേ ദൈവം പറയുകയാണ്, ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ ഈ ദൈവം അരുളി ചെയ്തത് അങ്ങനെയല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേര് വിളിക്കണം. ഞാൻ അവനോടും അവന് ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ ഉടമ്പടി ശാശ്വത ഉടമ്പടിയായി ഉറപ്പിക്കും എന്ന് പറയുന്ന അനുഭവമുണ്ട്. അവന് പേര് കൂടെ കൊടുക്കുകയാണ്. നമുക്ക് നീ ഇസ്മായേൽ എന്ന് നീ പേരിട്ട് വിളിച്ചതായ ആ മകൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വാഗ്ദത്തം ചെയ്തതും, ദൈവം പറയുകയാണ്, ഞാൻ വാഗ്ദത്തം ചെയ്തതും നിനക്ക് തരാമെന്ന് പറഞ്ഞതും സാറായിലൂടെ നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞതായ ആ വാഗ്ദത്ത സന്ധിയെ അടുത്ത വർഷം ഞാൻ തരാൻ പോവുകയാണ്. അവനെ നീ ഇസഹാക്ക് എന്ന പേർ വിളിക്കണം. മാത്രമല്ല ബൈ ചോയ്സ്. ആരുടെ ചോയ്സ്? ദൈവത്തിൻ്റെ ചോയ്സ്. അബ്രഹാമിൻ്റെ ചോയ്സ് ആരാ?
ഇശ്മായേലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ചോയ്സാണ് ആര്? ഇസഹാക്ക്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലും അവൻ നമ്മൾ ഉണ്ടാക്കുന്ന ഇസ്മായിലുകൾക്കായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം വാഗ്ദത്തം ചെയ്തതായ അവൻ്റെ ചോയ്സിനാണ് അവൻ മുൻഗണന കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിലൂടെയാണ് ദൈവിക വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നത്. നോക്കുക, ഇവിടെ ഇസഹാക്ക് എന്ന് അവനെ പേര് വിളിക്കണം. ഞാൻ അവനോടും അവൻ്റെ സന്തതിയോടും എൻ്റെ ഉടമ്പടി ശാശ്വത ഉടമ്പടിയായി ഉറപ്പിക്കും എന്ന് പറയുന്നു. ഇസ്മായിലിനെ കുറിച്ചുള്ള എൻ്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു. നോക്കൂ, അബ്രഹാം സ്പെഷ്യലായിട്ട് ഇസ്മായിലിന് വേണ്ടി അപേക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇസ്മായിലിനെ കുറിച്ചുള്ളതായ അവൻ്റെ കൺസേൺ, അവൻ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ കൺസേൺ അബ്രഹാം ദൈവം കേട്ടു. മാത്രമല്ല അത് ഇസ്മായിലിന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനുമാണ്. 12 പ്രഭുക്കന്മാരുടെ പിതാവായി ദൈവം മാറ്റി. അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണുന്നു. പ്രൈസ്. അങ്ങനെ അവനിലൂടെ ഒരുപാട് സന്തതിയും ജനങ്ങളും വലിയ രാജാക്കന്മാരും എല്ലാം എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ദൈവികമായ വാഗ്ദത്തവും ദൈവികമായിരിക്കുന്ന ഉടമ്പടിയും ആരുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? വിശ്വാസത്തോടെ അവൻ 25 വർഷം കാത്തിരുന്നതായ, അല്ലെങ്കിൽ അതോടുകൂടെ തന്നെ ദൈവം കൃപ തോന്നി അവർക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തതായ വാഗ്ദത്ത സന്ധിയായ ഇസഹാക്കിനോട് ചേർന്നാണ് ഉള്ളത്. പൗലോസും അതിനെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. അവൻ ഇസഹാക്കിനെ അല്ലെങ്കിൽ ഇസ്മായിലിനെ മാറ്റി നിർത്തി രണ്ടാമത്തെ സന്തതിയായ ഇളയ സന്തതിയായ ഇസഹാക്കിനോട് അവൻ കരുണ കാണിച്ചു എന്ന് പറയുന്ന അനുഭവമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ചോയ്സാണ്, ദൈവികമായ ചോയ്സാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് വളരെ പക്വതയോടുകൂടി തന്നെ നമ്മൾ ദൈവികമായ ചോയ്സിന് വേണ്ടി കാത്തിരിക്കണം. ദൈവിക ഹിതം തിന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുവാൻ ശക്തനെന്ന് മനസ്സിലാക്കി അവൻ്റെ മുമ്പാകെ താഴ്മയോടിരിക്കണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത് ഡിസൈൻ ചെയ്യണം. ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള ഇസ്മായിൽ എന്തുവാ? ഞാൻ എടുത്തു ചാടി പുറപ്പെട്ട ഞാൻ ചെയ്തു കൂട്ടിയതായ കാര്യങ്ങൾ എന്തുവാ? അതേപോലെ തന്നെ നീ വാഗ്ദത്തം ചെയ്തതായ ഇസഹാക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അതോ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളോ? ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും സബ്മിഷൻ ആവശ്യമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ ചിന്താഗതികൾ, ഇസ്മായിലിനെ കുറിച്ചുള്ള കൺസേണുകൾ ഞാൻ നീക്കേണ്ട ആവശ്യമുണ്ടോ? നിന്നിൽ ഞാൻ വിശ്വാസം ഇനിയും അർപ്പിച്ച് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ നിമിഷത്തെ ദൈനംദിന ജീവിതത്തിനെ ഞാൻ വീട്, കാറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈവൻ ഒരു വാക്ക് പോലും നമ്മളൊരു വാക്ക് പറയുന്നതിന് മുൻപേ ദൈവമേ, ഇത് എൻ്റെ ചോയ്സാണോ അതോ നിൻ്റെ ചോയ്സാണോ? ഞാൻ അദ്ദേഹത്തോട് ഇടപെടുന്നത്, അവരോട് ഈ കാര്യം സംസാരിക്കുന്നത് നിനക്കിഷ്ടമുള്ളതായ നിന്റെ ഹിതവുമായ വാക്കുകളാണോ അതോ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇസ്മായിലുകളെ പുറത്തെത്തിക്കുകയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ സാറ നിനക്ക് പ്രസവിക്കുന്ന ഇസഹാക്കുമായി ഞാൻ ഉടമ്പടി സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ പിന്നെയും ദൈവം ഉറപ്പിച്ചു കൊടുത്തു 21-ാമത്തെ വാക്യത്തിൽ. അത് തന്നെ വീണ്ടും അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നുണ്ട്. അപ്പോൾ 18-ാം അധ്യായത്തിലേക്കുള്ള ബാക്കി വാക്യങ്ങളിൽ പരിച്ഛേദന ഏൽക്കുന്നു. ഇസഹാക്കിന് 13 വയസ്സായപ്പോഴാണ് അവൻ പരിച്ഛേദനയേറ്റത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല ആദ്യ ഭാഗങ്ങൾ, 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അബ്രഹാം ദൈവത്തിൻ്റെ ദൂതന്മാരെ സ്വീകരിക്കുന്നതായ വിധത്തെക്കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും, പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൻ്റെ ഹംബിൾനെസ്, അവൻ്റെ താഴ്മ, അവൻ എത്രമാത്രം അതിഥി സൽക്കാരം ഉള്ളവനായിരുന്നു, അതിലൂടെ എത്ര അനുഗ്രഹങ്ങൾ അവന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നോക്കുക, പക്ഷെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ അതേ ഭാഗങ്ങൾ വീണ്ടും മറ്റൊരു വ്യക്തിയോട്, ആരോട്? പ്രത്യേകിച്ച് സാറായിയോട് ദൈവം എടുത്തു പറയുന്നതാണ് 18-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് വന്നതായ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനോട് 9-ാം വാക്യം, നിന്റെ ഭാര്യയായ സാറ എവിടെ എന്ന് ചോദിച്ചു. അതായത് ഇപ്പോൾ ദൈവത്തിന് സംസാരിക്കാനുള്ളത് അബ്രഹാമിനോടല്ല, സാറായിനോടാണ്. ഓക്കെ, എന്ന് ചോദിച്ചു. അതിനവൻ കൂടാരത്തിലുണ്ട് എന്ന് മറുപടി നൽകി. ഓക്കെ, സാറ പുറത്തു വന്നില്ല. അവൾ പാചകം എല്ലാം ചെയ്ത ശേഷം അവൾ അകത്തിരിക്കുകയായിരുന്നു. അവർക്ക് ഏറ്റവും കൺസേൺ ആയിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളിതിലൂടെ കടന്നു പോകണം കേട്ടോ, നല്ല ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ സാറ പുറത്തു വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടാരവാതിലിൻ്റെ പുറകിലെ വാതിലിൻ്റെ വശത്തിരിക്കുമ്പോൾ, കൂടാരത്തിൻ്റെ പുറകിലെ വാതിലിൻ്റെ അനുഭവത്തിലിരിക്കുമ്പോൾ, അവിടെ ഇരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ദൂതന്മാർ ചോദിക്കുകയാണ്, സാറ എവിടെ എന്ന് ചോദിക്കുന്നു. അവൾ കൂടാരത്തിലുണ്ട് എന്നവൻ പറയുന്നു. അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യയായ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും എന്നവൻ പറഞ്ഞു. നോക്കുക,
ഇതിനു മുൻപേ 17-ാം അധ്യായം അവസാന ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, ദൈവം പറഞ്ഞത്, അബ്രഹാമെ, നിനക്കൊരു സന്തതി ഉണ്ടാവും, അത് സാറായിൽ കൂടെ തന്നെ ആയിരിക്കും എന്ന് ആരോട് പറഞ്ഞു? അബ്രഹാമിനോട് പറഞ്ഞു. നോക്കുക, അവന്റെ അവിശ്വാസത്തെ, അവന്റെ കൺസേണിനെ, പ്രത്യേകിച്ച് കൺസേൺ എന്നാണ് പറയുന്നത്, ഇശ്മായേലിനെ കുറിച്ചുള്ള ഒരു കൺസേൺ, അതായത് വാഗ്ദത്ത സന്തതി ഇനി വരാൻ പോകുന്നുണ്ടെന്ന് ദൈവം പറയുമ്പോൾ, ഇനി വാഗ്ദത്ത സന്തതി വന്നു കഴിഞ്ഞാൽ മൂത്ത മകൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള വാഗ്ദത്തം എന്തായിത്തീരും, അല്ലെങ്കിൽ അവന്റെ കാര്യം എന്തായിത്തീരും എന്നതായിരുന്നു അബ്രഹാമിന്റെ കൺസേൺ. അവന്റെ കൺസേണുകളെ ദൈവം മാറ്റിക്കൊടുത്തു, അല്ലേ? അവന്റെ അവിശ്വാസത്തെ ദൈവം മാറ്റിക്കൊടുത്തു. അവന്റെ ബുദ്ധിമുട്ടുകളെ, വിശ്വസിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളെ അവൻ മാറ്റിക്കൊടുത്തു. ഇനി അവൻ ഒരു പ്രാവശ്യം ചിരിച്ചു, അല്ലേ? അതാണ് നമ്മൾ വായിച്ചത്, അബ്രഹാം കവണ് വീണ് ചിരിച്ചു എന്ന് പറയുന്ന അനുഭവമുണ്ട്. അബ്രഹാം ചിരിച്ചു. ഇവിടെ അടുത്ത ആളുടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസരമാണ്. ഈ ദൈവത്തിന്റെ വാഗ്ദത്തം ഭാര്യയോട്, സാറായി എവിടെ എന്ന് ചോദിച്ച് സാറായോട് അവൻ സംസാരിക്കുന്ന സമയത്ത് സാറ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അല്ലേ? അങ്ങനെ, കാരണം ഒരുപക്ഷെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കാം, അബ്രഹാം ഒരുപക്ഷെ കൺസേൺ പറഞ്ഞിരിക്കാം, അല്ല ഭാര്യയോട് ഈ വിഷയം ദൈവം അവനോട് സംസാരിച്ച കാര്യങ്ങൾ അവൻ സംസാരിച്ചിരിക്കാം, അല്ല ഇനി അബ്രഹാം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കാം. സാറ എങ്ങനെ അത് എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ വിഷയത്തെ എങ്ങനെ സാറ ആ വിഷയത്തോടെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യാം, മനസ്സിൽ വെച്ചിരിക്കാം. ദൈവത്തോട് പറഞ്ഞിരിക്കാം, ദൈവമേ, എനിക്ക് സാറായോട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചിരിച്ചതുപോലെ തന്നെ അവൾ ചിരിക്കുമായിരിക്കും, പക്ഷെ നീ തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യണമേ എന്നൊരു പക്ഷേ അബ്രഹാം പറഞ്ഞിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ദൈവം ഇപ്പോൾ നേരിട്ട് വന്ന അബ്രഹാമിനോട് മാത്രമല്ല സാറായോട് സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ഭർത്താവിനോട് മാത്രം സംസാരിക്കുന്ന ഒരു അനുഭവത്തിൽ ഭാര്യയ്ക്ക് അത്രമാത്രം ഒരു വിശ്വാസം ഉണ്ടാവണമെന്നില്ല. നമുക്ക് തീർച്ചയായും അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണാം. വിവാഹിതരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായ ദൈവികമായ വെളിപ്പാടുകൾ അത് അതേപോലെ വിശ്വസിക്കാനും അതുപോലെ അതിനുവേണ്ടി ഉറച്ചു നിൽക്കാനും ഒരുപക്ഷെ പാർട്ട്ണർക്ക് കഴിയണമെന്നില്ല. ഇവിടെ ദൈവത്തിന്റെ സഹായം വീണ്ടും അബ്രഹാമിന് ലഭിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. അവന്റെ വാക്ക് മാറാൻ കഴിയാത്തത് കൊണ്ട് അബ്രഹാമിലൂടെയും സാറായിലൂടെയും ആ വാഗ്ദത്ത സന്ധി വരണം എന്ന് ദൈവത്തിന്റെ ഉദ്ദേശമായതുകൊണ്ട്, ദൈവിക പദ്ധതി ആയതുകൊണ്ട് ദൈവം എഫേർട്ട് എടുക്കുകയാണ്. ആരോട് സംസാരിക്കാൻ? സാറായിയോട് സംസാരിക്കാൻ. ഇവിടെ എന്താണ് കാണിക്കുന്നത്? നോക്കൂ, നമ്മൾ എപ്പോഴും ദൈവവുമായിട്ട് നേരിട്ടാണ് നമ്മുടെ ബന്ധം. ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളോടെ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യം ഉണ്ടാവാം. ഈവൻ നമ്മുടെ ഭാര്യമാരോട്, അല്ലെങ്കിൽ ഭാര്യമാർക്ക് തന്നെ ഭർത്താക്കന്മാരോട്. പക്ഷേ ദൈവത്തിൽ ചാരുന്നവർക്ക്, ദൈവത്തിൽ നിങ്ങൾ ആ വിഷയത്തെ വെക്കുകയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ ആരുടേതായിത്തീരും? ദൈവത്തിൻ്റെതായിത്തീരും. നിങ്ങൾ ഈ പ്രാക്ടിക്കൽ അനുഭവങ്ങളൊന്ന് യൂസ് ചെയ്യുക. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, മക്കളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അപ്പനും അമ്മയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ഏത് റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്കും ആരുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. മുപ്പിന് ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ലാണ്. എന്താണ് ഈ മുപ്പിന് ചരട് കാണിക്കുന്നത്? ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ നിൽക്കുന്നതായ ദൈവത്തെയാണ് ആ മുപ്പിന് ചരട് അല്ലെങ്കിൽ മൂന്നാമത്തെ ചരടായിട്ട് അവിടെ കാണുന്നത്. എങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള അതേ കടമ, അതേ റെസ്പോൺസിബിലിറ്റി ആർക്കും കൂടെ ഉണ്ട്? ദൈവത്തിന് കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കടമ ദൈവം ചെയ്യുവാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കണം എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നോക്കുക, അബ്രഹാം തൻ്റെ വിഷയത്തിൽ താൻ ഓക്കെ ആയി, തനിക്ക് മനസ്സിലായി ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇനിയിപ്പം സാറായുടെ ഭാഗ്യം കവർ ചെയ്യാൻ വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വന്ന് സാറായിയോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവളിൽ നിന്ന് അപ്പം കഴിച്ചു. അവൾ കൈകൊണ്ടുണ്ടാക്കിയ അപ്പം ഭക്ഷിച്ച ശേഷം, അവൾ പാചകം ചെയ്തതായ ആ ഇറച്ചി, ആ കറി ഭക്ഷിച്ച ശേഷം ആ ദൈവം തന്നെ സാറായിയോട് സംസാരിക്കുകയാണ്. ഇനി അബ്രഹാമിനോടല്ല, ഇനി സാറായിനോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമ്മുടെ വെളിപ്പാടുകൾ, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കുന്നതിനേക്കാളും 100 ഇരട്ടി എഫക്റ്റീവാണ്, അല്ലെങ്കിൽ 100% എഫക്റ്റീവാണ് ആര് സംസാരിച്ചാൽ? ദൈവം സംസാരിച്ചാൽ. ദൈവമേ, നീ അവരോട് സംസാരിക്കണമേ എന്ന് പറയുന്നത് ആ താഴ്മ എന്ന് പറയുന്നത് വളരെ വേണ്ടപ്പെട്ടതാണ് ഒരു കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരിക്കലും
നമ്മൾ വെക്കുന്ന സ്റ്റെപ്പുകൾ നമ്മുടെ പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടുന്നു വരത്തില്ല. അതും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പക്ഷേ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിന് നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾ വെച്ചു കൊടുക്കുന്നുവെങ്കിൽ, തീർച്ചയായും ദൈവം ആ വിഷയത്തിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ തരികയും ചെയ്യും. അവരോട് സംസാരിച്ച് അവരെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമെന്ന കോണം അവരെ ബലപ്പെടുത്തുകയും അവരെ മെനഞ്ഞെടുക്കുകയും അവരെ മാറ്റം കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് ഒരു വ്യക്തിയെ മാറ്റുവാൻ കഴിയില്ല. ആർക്കേ മാറ്റാൻ കഴിയുള്ളൂ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ദൈവത്തിനും മാത്രം. വേറൊരു നിവൃത്തിയുമില്ല. ഒരു വ്യക്തിയെ ചേഞ്ച് ചെയ്യുന്നത്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവം മാത്രമാണ്. നമ്മൾ അതിന് വിതയ്ക്കാം, നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മൾ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ഒരു വ്യക്തിയെ മാറ്റാൻ കഴിയില്ല. മാറ്റം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ മനസ്സിലാക്കാം. അവിടുത്തെ നോക്കുക, ആമേൻ. അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യയായ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും എന്നവൻ പറഞ്ഞു. അവൻ്റെ പിൻവശത്ത് കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമും സാറായിയും വയോവൃദ്ധന്മാരായിരുന്നു. സാറയ്ക്ക് ആർത്തവം നിന്നുപോയിരുന്നു. അപ്പോൾ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട്, ഞാൻ വൃദ്ധയായിരിക്കുന്നു, എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു, ഇനിയും എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ എന്ന് ആത്മകഥം ചെയ്തു എന്ന് പറയുന്ന അനുഭവമുണ്ട്. നോക്കുക, നാച്ചുറലി നമ്മൾ നേരത്തെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, അബ്രഹാമിൻ്റെ കൺസേൺ എന്ന പോലെ, അല്ലെങ്കിൽ അബ്രഹാം ചിന്തിച്ചതുപോലെ, സ്വാഭാവികമായും നാച്ചുറലി എങ്ങനെ ഇത്രയും വയോധികരായിരിക്കുന്ന വ്യക്തികൾക്ക് ഗർഭിണിയാകുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുവാൻ കഴിയും എന്നതാണ് സാറായുടെയും അതുപോലെ അബ്രഹാമിൻ്റെയും കൺസേൺ. അബ്രഹാമിൻ്റെ കൺസേൺ അബ്രഹാം പറഞ്ഞു, അവൻ ചിരിച്ചു. ഇപ്പോൾ സാറ ചിരിച്ചുകൊണ്ട് അവളുടേതായ ഭാഗവും പറയാണ്, ഇതൊന്നും പോസിബിൾ അല്ല. എൻ്റെ അയൽക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല, എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല, എൻ്റെ ഈ പ്രദേശത്തുള്ള ഈ ഗ്രാമത്തിലുള്ള ഒരാൾക്ക് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഒരു പക്ഷേ എൻ്റെ ഈ രാജ്യത്തുള്ള ഒരാൾക്ക് പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അമേൻ ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും 90-ാം വയസ്സിലും 100-ാം വയസ്സിലും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ആണ് സാറായുടെ കൺസേൺ. നമുക്ക് നോക്കുക, അതുകൊണ്ട് തന്നെ അവൾ ചിരിച്ചു. ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചിരി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ദൈവം അടുത്ത വാക്യത്തിന് അവളോട് മറുപടി പറഞ്ഞിപ്പോഴാണ്. അപ്പോൾ യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ തീർച്ചയായും ഗർഭം ധരിക്കുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തിന് എന്ന് ചോദിക്കുന്ന അനുഭവം. അബ്രഹാമിനോട് ദൈവം ഒരിക്കലും ചോദിച്ചില്ല, അബ്രഹാമേ നീ എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചില്ല. പക്ഷെ ഇവിടെ സാറയോട് ചോദിക്കുകയാണ്, സാറയെ നീ ചിരിച്ചത് എന്തിന് എന്ന് ചോദിച്ചു. യഹോവയാൽ അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ എൻ്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും എന്ന് അരുളി ചെയ്തു. നോക്കുക, യഹോവയാൽ അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തം ഒരുപക്ഷെ നമ്മൾ 10-ാമത്തെ വയസ്സിൽ, 20-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ വയസ്സിൽ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് നിങ്ങളുടെ പ്രായം എന്താണോ ആ പ്രായത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രാപിച്ചതായ വാഗ്ദത്തങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ പറയുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവമാണ് നിങ്ങളോട് കൃപ തോന്നി ആ വാഗ്ദത്തം തന്നതെങ്കിൽ ദൈവം തന്നെ നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. മാത്രമല്ല യഹോവയാൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. 90-ാം വയസ്സിൽ സാറായിയെ നീ പ്രസവിക്കണം, ഗർഭം ധരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ, ആർദ്രവമില്ലാത്ത സ്ത്രീ ഗർഭം ധരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്ത ഭാഗം പറയാണ്, ഇത്രയും പ്രായമുള്ളതായ അബ്രഹാം കർത്താവേ ഒരു മകന് പിതാവായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നോക്കുക, ഇപ്പോഴത്തേക്കുള്ളതായ മെഡിക്കൽ കണ്ടീഷൻസ്, മെഡിക്കൽ ആൾക്കാരൊക്കെ പറയുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. 30 കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 35 കഴിഞ്ഞാൽ പ്രസവം റിസ്ക്കാണ്. അങ്ങനെയൊന്നും പിന്നെ ഗർഭം ധരിക്കാൻ പാടില്ല. നോക്കുക, ഈ 35 എവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ 30 എവിടെ കിടക്കുന്നു, 32 എവിടെ കിടക്കുന്നു, 40 എവിടെ കിടക്കുന്നു, 50 എവിടെ കിടക്കുന്നു, 60 എവിടെ കിടക്കുന്നു, 70 എവിടെ കിടക്കുന്നു, 80 എവിടെ കിടക്കുന്നു. ഇവിടെ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് 90 വയസ്സുകാരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പുരുഷനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ 30കളിലാണ് അല്ലെങ്കിൽ അവൻ്റെ ചെറുപ്പകാലങ്ങളിലാണ് ബീജത്തിൻ്റെ അളവ് ഏറ്റവും വർദ്ധിക്കുക എന്ന് പറയുന്ന അനുഭവമുണ്ട്. പക്ഷെ ആ ബീജത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതായ ആ പ്രായത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 30കൾ എവിടെ കിടക്കുന്നു,
40കളിലും 50കളിലും 60കളിലും 70കളിലും 90കളിലും 95ലും 97ലും ഇല്ലാത്തതായ അനുഭവം അവൻ 100-ാം വയസ്സിൽ കൊടുക്കുവാൻ ആര് ശക്തനാണ്? ദൈവശക്തനാണ്. അപ്പം ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. നിങ്ങൾ ഏത് സ്ഥിതിയിലാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ വചനത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ വചനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. അല്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. ഈ വചനം കേൾക്കട്ടെ. ലോകത്തിൽ ജ്ഞാനികൾ എന്ന് പറയുന്ന വ്യക്തികളുടെ ഈ വചനം കേൾക്കട്ടെ. അവർക്ക് മനസ്സിലാകട്ടെ. അവർ തിരിച്ചറിയട്ടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. ആമേൻ. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല എന്നവർ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവിടെ പറയുകയാണ്, ആമേൻ, സാറ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ, അല്ല, നീ ചിരിച്ചു എന്നവൻ അരുളി ചെയ്തു. ആ പുരുഷന്മാർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിലേക്ക് തിരിച്ചു. അവരെ യാത്ര അയക്കുവാൻ അബ്രഹാമിനോട് കൂടെ പോയി എന്ന് പറയുന്ന അനുഭവമുണ്ട്. നോക്കുക, അങ്ങനെ ദൈവികമായ വാഗ്ദത്തം അവൻ അബ്രഹാമിന് ലഭിച്ചു. പക്ഷെ അവൻ സാറയെ പറഞ്ഞ് മനസ്സിലാക്കുവാനോ ആ വിശ്വാസത്തിലേക്ക് നയിക്കുവാനോ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം, അവൻ ഒരു റിലേഷൻഷിപ്പിന്റെ നടുവിലുള്ളതായ ദൈവം തന്നെ, അവൻ മുപ്പനെ ചരടിന്റെ നടുവിലെ ഭാഗമായിരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ മൂന്നാമത്തെ ചരട് എന്ന് പറയുന്ന ദൈവികമായ സാന്നിധ്യം തന്നെ ഭാര്യയോടും ഭർത്താവിനോട് ആദ്യം സംസാരിക്കുകയും പിന്നെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ സംസാരം നമുക്ക് ആവശ്യമാണ്. നമ്മളും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഇടപെടുന്ന, ഞങ്ങൾക്ക് വിളിക്കുന്ന ഒരുപാട് പേര് ഡൈവേഴ്സിൻ്റെ ഒക്കെ വക്കിലെത്തിയിരിക്കുന്ന ആൾക്കാർ, അയ്യോ അവള് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഈ ഭർത്താവിനെ കുറിച്ച് അയാൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഒരേ ഒരു കാര്യം, ഒരേ ഒരു മറുപടി അവരോട് പറയാനുള്ളൂ. എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട്. അവരോട് സംസാരിക്കേണ്ട കടമ ആരുടെയാ? ദൈവത്തിൻ്റെ. നിങ്ങളോട് സംസാരിക്കേണ്ട കടമ ആരുടെയാ? ദൈവത്തിൻ്റെ. നിങ്ങളെ രണ്ടുപേരെ സംസാരിപ്പിച്ച് നിങ്ങളെ കൊണ്ടു നടക്കേണ്ട കടമ ആരുടെയാ? ദൈവത്തിൻ്റെ. പക്ഷേ ഹീ ഈസ് ജെന്റിൽമാൻ. നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ അവരോടും സംസാരിക്കുകയുള്ളൂ, നമ്മളോടും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഒരു വ്യക്തിയെയും കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്നതിലല്ല ദൈവത്തിന് ഇഷ്ടം. കൺസേണുകളോടുകൂടെ, എഗ്രിമെൻറ്റോടുകൂടെ രണ്ടുപേരും കൂടെ ജീവിക്കുന്നതിലാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. രണ്ടുപേരും ഒരേ കാഴ്ചപ്പാട് പ്രാപിച്ച്, ഒരാൾക്ക് കാഴ്ചപ്പാട് പ്രാപിച്ചത് ആഴ്ചകൾക്ക് മുന്നെയാണ്, അല്ലേ? അബ്രഹാമിന് കാഴ്ചപ്പാട് പ്രാപിച്ചത് എത്ര ദിവസം മുന്നേ നമുക്ക് എഴുതിയിട്ടില്ല. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സാറായിക്ക് ദൈവം കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. എന്ത് കാഴ്ചപ്പാട്? നിന്നിലൂടെ ഒരു മകൻ ജനിക്കും, അവനെ ഇസഹാക്ക് എന്ന് പേർ വിളിക്കണം. നീ ഈ പ്രായത്തിൽ ജനിക്കുമോ ഇല്ലയോ എന്നൊന്നും, അതിനെക്കുറിച്ചൊന്നും കൺസേൺ വേണ്ട. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. നിങ്ങളെ ഇന്ന് വരെ നയിച്ചത് ഞാനാണ്. അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ഞാനാണ്. ഞാൻ വാഗ്ദത്തം ചെയ്തത് 25 വർഷം മുന്നേ ആണെങ്കിലും ഇന്നത് നിവർത്തിക്കുവാൻ ഞാൻ ശക്തനാണ്. നിങ്ങളുടെ ശരീരമോ നിങ്ങളുടെ ശരീരസ്ഥിതിയോ അനുഭവങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശു പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെ അടുത്തൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. 17-ാമത്തെ വാക്യം, ഞാൻ ചെയ്യുവാൻ പോകുന്നത് അബ്രഹാമിൽ നിന്ന് മറച്ചു വയ്ക്കുമോ? അബ്രഹാം തീർച്ചയായും ശ്രേഷ്ഠവും പ്രബലവുമായൊരു ജനതയായിത്തീരും. അവരിലൂടെ ഭൂമിയിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ എന്ന് ചോദിക്കുന്ന അനുഭവം. നമ്മളിൽ നിന്ന് ദൈവത്തിന് ഒന്നും മറച്ചു വെക്കാൻ താല്പര്യമില്ല. ഭൂമിയുടെ ഉദയം മുതൽ കർത്താവെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭൂമിയോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനക്കാരെ എഴുതിയിരിക്കുന്നു. ആർക്കാണ് ചെവിയുള്ളത്? ആർക്കാണ് ഗ്രഹിക്കുവാൻ കഴിയുന്നത്? മനുഷ്യർക്ക് മാത്രം. തീർച്ചയായും സൃഷ്ടികളും മറ്റു കാര്യങ്ങളും ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യരോടും ദൈവം സംസാരിക്കുന്നുണ്ട്. എന്നോടും നിങ്ങളോടും എത്ര സമയം സംസാരിക്കുന്നുണ്ട്? ദിവസത്തിൽ അരമണിക്കൂറോ 10 മിനിറ്റോ? നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന 10 മിനിറ്റ് ആയിരിക്കാം. അല്ല, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന 1 മണിക്കൂറായിരിക്കാം, 2 മണിക്കൂറായിരിക്കാം, 3 മണിക്കൂറായിരിക്കാം. ഭയങ്കര വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ദൈവവുമായി നല്ല റിലേഷൻഷിപ്പിലാണ് എന്ന് പറയുന്ന വ്യക്തികൾ പ്രൗഡായി പറയുന്നത് പോലെ ഞങ്ങൾ 3 മണിക്കൂർ രാവിലെ 3 മണിക്ക് ശേഷം എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ വൈകുന്നേര സമയത്ത് ഞാൻ ഇത്രയും സമയം ദൈവസന്നിധി ഇരുന്നു എന്ന് പറയുന്നു. പക്ഷെ ദൈവത്തിൻ്റെ അനുഭവം നോക്കുക. അവൻ 24 മണിക്കൂർ ഭൂമിയോടും നിങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ 1-2 മണിക്കൂർ ദൈവത്തിൻ്റെ സന്നിധി കൊടുത്തിട്ട് ബാക്കിയുള്ളതായ സമയം എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ കൃപയിലാണ് ആശ്രയിക്കുന്നത്. അപ്പം ആ ബാക്കിയുള്ള സമയം ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം എന്താ നിങ്ങൾക്ക് കേൾക്കണമെന്നില്ലേ?
കേൾക്കാൻ താല്പര്യമില്ലേ? ഒരിക്കലുമില്ല. നമ്മൾ 24 മണിക്കൂറും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും നമ്മൾ അവനിലാണ്. നമ്മൾ അവനോട് ചേർന്നിരിക്കുന്ന വ്യക്തികളാണ്. അവനിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾ ബാധ്യസ്ഥരാണ്. അവൻ കേൾക്കുവാൻ കഴിയുന്നത് അനുഗ്രഹവുമാണ്. 24 മണിക്കൂർ ഓരോ സ്റ്റെപ്പിലും ദൈവം അതിനായി നമ്മൾ ഓരോരുത്തരും സഹായിക്കുവാനാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഇന്ന് ജീവിതത്തിൽ അസാധ്യമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ 100 കണക്കിന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എത്രയോ പ്രവാചകന്മാരുടെ തലയിൽ കൈവച്ചു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഒന്നിനും സമയം തീർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാം ഉവ് 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 എന്നാകും. ആമേൻ. ആമേൻ. ക്രിസ്തുവേശുവിൽ അത് ആമേൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും അതിന് ആമേൻ എന്ന് പറയുന്നു. ദൈവം എന്ന് പകൽക്കാലം കാഴ്ചക്കാരായിരിക്കുന്ന ഇന്ന് ഈ വീഡിയോ കാണുവാൻ പോകുന്ന 100 പേര്, 200 പേര്, 300 പേരോ, ആയിരക്കണക്കിന് പേരോ, എത്ര ജനങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തികളോട് എല്ലാവരോടും നീ സംസാരിക്കണമേ. നീ അവരുടെ ഹൃദയത്തോട് ഇടപെടണമേ. കർത്താവേ, മാത്രമല്ല ഭാര്യയോടും ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ഒരേ ലക്ഷ്യത്തോടുകൂടെ വളരെ പക്വതയോടുകൂടെ ദൈവിക വാഗ്ദത്തം മുറുകെ പിടിക്കേണ്ടതിന് നീ അവരോട് സംസാരിക്കണമേ. നിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം. നീ സംസാരിക്കുന്ന നിന്റെ കൺസേണിനായി, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോട് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. മാത്രമല്ല ദൈവമേ, ഞങ്ങളോടുള്ള നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പാർട്ട്നേഴ്സിനോട് നീ സംസാരിക്കുന്ന നിന്റെ മഹത്വമേറിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് അസാധ്യമെന്ന് വിചാരിക്കുന്ന വിഷയത്തിൽ ഞങ്ങളെ സാധ്യമാക്കി തരുന്നതിനായി സ്തോത്രം. നിന്നാൽ സകലതും സാധ്യമാണെന്ന് ഇന്ന് ആർക്കെങ്കിലും വിശ്വസിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തി ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ദൈവമേ, അവരുടെ ഹൃദയത്തോട് ഇടപെടണമേ. അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ റിലീസ് ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ റിലീസ് ചെയ്യപ്പെടും. ഇന്ന് പകൽക്കാലം ആ അധികാരത്തെ കർത്താവേ, അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന് വേണ്ടി സാമ്പത്തികമായ, ഭൗതികമായ, ആത്മീയമായ, മാത്രമല്ല റിലേഷൻഷിപ്പിലുള്ളതായ എല്ലാവിധ ഉയർച്ചകളും അനുഗ്രഹങ്ങളും ലഭിക്കേണ്ടതിന് ദൈവം അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും അവരുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് വരേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ ആശീർവാദങ്ങളെയും റിലീസ് ചെയ്യുകയാണ്. ലെറ്റ് ഇറ്റ് pour from the heaven. അത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വിപുൽക്കാലം കിളിവാതിലുകൾ തുറന്നവരുടെ ജീവിതത്തിൽ മഴയെന്ന പോലെ ദൈവനിടയായി തരട്ടെ. മുൻമഴയായി പിന്മഴയായി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരട്ടെ. വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കുവാനുള്ളതാണ്. ഒന്നുപോലും അവിശ്വാസം കൊണ്ട് തട്ടിമാറ്റപ്പെടുവാൻ ഇടയാവരുത്. നാച്ചുറൽ കൺസേൺ കൊണ്ട്, സ്വാഭാവികമായുള്ള അവരുടെ ബുദ്ധിയും ജ്ഞാനവും കൊണ്ട് അത് വരാതിരിക്കുവാൻ ഇടയാവരുത്. പരിശുദ്ധാത്മാവേ, നീ സംസാരിക്കണമേ. അവരലോ ചെയ്യുന്നതിനനുസരിച്ച് നീ അവരോട് ഇരുവരോടും എല്ലാവരോടും, ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ നീ സംസാരിക്കണമേ. അവരുടെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാനുള്ള അവസരങ്ങളെ, അനുഭവങ്ങളെ നീ അവർക്കായിരിക്കും കൊടുക്കണം. ഈ പ്രകാരം ചെയ്തിരിക്കുക സ്തോത്രം. യേശു നാം പ്രവേശിക്കുന്ന കൃപ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.